ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന 2 ദ്വീപുകളാണ് ബംഗാരം അതുപോലെ തിന്നക്കര. ഈ 2 ദ്വീപിലേക്കും നമുക്ക് ഇവിടെ നിന്ന് അകത്ത് നിന്ന് 1.5 മണിക്കൂർ ട്രാവൽ വരുന്നുണ്ട്. ഇങ്ങനത്തെ ഓപ്പൺ ബോട്ടിൽ കടലിൻ്റെ നടുക്ക് കൂടെ പോകാൻ നല്ല രസമാണ് കേട്ടോ. ആ ഒരു കാറ്റും പിന്നെ ഈ ഒരു കടലിൻ്റെ കളർ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല. അതിൽ കൂടെ നമുക്ക് താഴെ കടലിൻ്റെ അടിഭാഗവും ഒക്കെ നമുക്ക് നല്ല ക്രിസ്റ്റൽ ക്ലീനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ സാൻഡ് ബാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇറങ്ങി. അവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു കളർ ഡിഫറൻസ് ഉണ്ടോ, ഒരു ലൈറ്റ് ഗ്രീൻ പിന്നെ നമുക്ക് കുറച്ച് ഡാർക്ക് ഗ്രീൻ. ആ ഡാർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ആഴമുള്ളതാണ്, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല. അങ്ങനെ അവിടെ കുറച്ച് നേരം എല്ലാം സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ബംഗാരം ഐലൻഡിൻ്റെ അടുത്ത് കൂടാണ്. ബംഗാരം ഐലൻഡിൽ നമുക്ക് ഡയറക്റ്റ് എൻട്രി പറ്റില്ല. അത് കുറച്ച് VIPs മാത്രം ഉള്ളൊരു ഏരിയ ആണ്. അവിടുത്തെ റൂമിനും റെൻറ്റിനും ഒക്കെ നല്ല റേറ്റുമാണ്. പിന്നെ നമ്മൾ പോയത് സ്നോർക്കലിങ്ങിനായിരുന്നു. ഫസ്റ്റ് അമാൻ പോയി, പിന്നെ ഫൈഹ പോയി. കുഴപ്പമില്ല, പക്ഷേ കുട്ടികളൊക്കെ അവർ നല്ല സേഫായിട്ട് തന്നെ സ്നോർക്കലിങ് ചെയ്യിപ്പിച്ചിട്ടോ. കാരണം നല്ല രസമാണ്. ആ ഗ്ലാസ്സിൽ കൂടി താഴ്ത്തിട്ടൊക്കെ മീനുകളും കടലിൻ്റെ അടിയൊക്കെ കണ്ട് പവിഴപ്പുറ്റുകളും അങ്ങനെ കുറേ കടലിൻ്റെ അടിയിലുള്ള കുറേ കാഴ്ചകളും ഭംഗികളും നല്ല രസമായിട്ടുണ്ടായിരുന്നു. ആദ്യം കുറച്ച് പേടിയൊക്കെ നമുക്ക് ഇറങ്ങാൻ തോന്നുമെങ്കിലും നമ്മുടെ ഗൈഡുകൾ നല്ല അടിപൊളി ആയതുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സ്നോർക്കലിങ് ചെയ്തതിൻ്റെ ആ ഒരു ക്ഷീണവും തണുപ്പും ഒക്കെ മാറ്റാനായിട്ട് ഇവർ തന്നെ നമുക്ക് കട്ടൻ ചായയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ചൂട് ചായയൊക്കെ ആ ഒരു തണുപ്പത്തുനിന്ന് കയറിയിട്ട് നമുക്ക് കുടിക്കാനായിട്ട്. പിന്നെ ലഞ്ചിൻ്റെ ടൈമായി. തിന്നക്കര ഐലൻഡിൽ വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഇവിടെയും കുറേ ഡോംസൊക്കെ വരുന്നുണ്ട്, പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫുഡ് നമുക്ക് ഹോംലി ഫുഡാണ് ഇവർ തരുന്നത്. അപ്പോൾ ആ ഒരു ഫുഡ് നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു റൈസിന് പറയുന്നത് ഇട്ടുവെന്ത എന്നാണ്. ഇത് ലക്ഷദ്വീപ് സ്പെഷ്യലാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫിഷ് വെച്ചിട്ട് തന്നെയുള്ള റൈറ്റാണ് കേട്ടോ. നമ്മൾ എല്ലാവരും കൂടെ അവിടെ കഴിക്കാനായിട്ടൊരു ഏരിയ ഉണ്ടായിരുന്നു, അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ തിന്നക്കര ഐലൻഡിൽ തന്നെ നമുക്ക് ഇറങ്ങി കുളിക്കാം. ഈ ഒരു വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊരു പകുതി വരെ നമുക്ക് പോകാൻ പറ്റും, ഹൈറ്റുള്ളവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ എടുത്തു പറയേണ്ടത് ഈ വെള്ളത്തിൻ്റെ ഒരു ഭംഗി തന്നെയാണ്, അതിൻ്റെ ഒരു കളറാണ്. നമുക്ക് എത്ര കളിച്ചാലും കുളിച്ചാലും ഒന്നും മതിയാവില്ല, അതിൽ നിന്ന് കയറാനേ തോന്നില്ല. അതിൻ്റെ ഒരു കളറ് നമ്മൾ അട്രാക്റ്റ് ചെയ്ത് അവിടെ നിർത്തും, അത്രയ്ക്ക് ഭംഗിയായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഡോൾഫിൻസിനെയൊക്കെ കണ്ടിട്ടോ. എനിക്കെല്ലാം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവർ ചൂണ്ടയിട്ടിട്ടുണ്ടായിരുന്നു ഈ ബോട്ടുകാർ തന്നെ. അപ്പോൾ നമുക്ക് വലിയൊരു അടിപൊളി മീനിനെയൊക്കെ കിട്ടിയിട്ടോ. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഫോട്ടോയിൽ കാണുന്ന പോലല്ല, നല്ല വലിയ മീൻ തന്നെയായിരുന്നു കേട്ടോ. അത് പിന്നീട് ആ ബോട്ടിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നു, അവരത് വാങ്ങിക്കുകയാണ് ചെയ്തത്, അവർക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട്. അങ്ങനെ നമുക്ക് എല്ലാം നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, ഫിഷിങ്ങും സ്നോർക്കലിങ്ങും. ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ. ബൈ.